അപ്പം നമ്മുടെ അക്കൗണ്ടൻസിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അക്കൗണ്ടിങ് ഫോർ കമ്പനീസ് എന്നുള്ളതും. അതിനകത്ത് തന്നെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട്, കുറച്ച് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അല്ലേ. അപ്പം അതിനകത്ത് തന്നെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ചാൽ പ്രോ റേറ്റ അലോട്ട്മെന്റ് ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടുവരുന്നത്. അപ്പൊ എന്താണ് പ്രോ റേറ്റ അലോട്ട്മെന്റ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ലോജിക് എന്താണ് എന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ വളരെ വ്യക്തമായിട്ട്, ക്ലിയർ ആയിട്ട്, ഈസി ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പം ഒരു കമ്പനി പബ്ലിക്കിനോട് ഷെയർസ് ഇഷ്യൂ ചെയ്യും അല്ലെ. ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് പബ്ലിക് എന്തോ ചെയ്യും? അത് മേടിക്കും, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യും. ആദ്യം എന്താ ചെയ്യും? അപ്ലൈ ചെയ്യും അല്ലെ. അപ്ലൈ ചെയ്യുമ്പം തന്നെ അവിടെ 3 രീതിയിലുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ വരും. അതിന് സബ്സ്ക്രിപ്ഷൻ എന്നാണല്ലോ പറയുന്നത്. നമ്മൾ ആ കമ്പനിയുടെ ഷെയർസ് മേടിക്കുന്നു എന്ന് വെച്ചാൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നാണല്ലോ എന്നെ പറയുന്നത്. അപ്പം 3 രീതിയിൽ ആ ഒരു സബ്സ്ക്രിപ്ഷൻ വരാം. അതായത് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഒരു രീതി എന്ന് പറയുന്നത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. എന്താണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ? എന്താ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമല്ല, അതായത് ആ കമ്പനി ഇഷ്യൂ ചെയ്തത്, അതായത് പബ്ലിക്കിനോട് ചോദിച്ചത് ഒരു 10,000 ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ, എത്രയാണ്? 10,000 ഷെയർ ആണ് കമ്പനി ചോദിച്ചത് എന്നുണ്ടെങ്കിൽ, പബ്ലിക് അപ്ലൈ ചെയ്തതോ, അപ്ലൈഡ് ആകുമ്പം ഒരു 9,500 ഷെയർസേ വന്നോളൂ. അവിടെ ഒരു 500 ഷെയർസിന്റെ കുറവുണ്ടായി. അതുകൊണ്ടാണ് അതിനെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ കമ്പനിക്ക് 10,000 ഷെയർസ് ആയിരുന്നു ആവശ്യം, പക്ഷേ ആൾക്കാർ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് 9,500 ഷെയർസേ വന്നിട്ടുള്ളൂ. അവിടെ ഒരു 5,000 ഷെയറിന്റെ കുറവുണ്ടായി. അപ്പൊ അതിനെയാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫുൾ സബ്സ്ക്രിപ്ഷൻ. എന്താണ് ഫുൾ സബ്സ്ക്രിപ്ഷൻ? എന്താ ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമല്ല, ആ കമ്പനി ഇഷ്യൂ ചെയ്തത്, ആ കമ്പനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞത് 10,000 ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ, അപ്ലൈ ചെയ്തതും, അതായത് ആൾക്കാർ അപ്ലൈ ചെയ്തതും 10,000 ഷെയർ തന്നെയാണ്. അവിടെ കൂടുതലോ കുറവോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അവർക്ക് എത്രയാണോ ആവശ്യം, 10,000 ഷെയർ ആയിരുന്നു ആ കമ്പനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. ആ 10,000 ഷെയറും മേടിക്കാൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ വേണ്ടി ആളെ കിട്ടി. ഓക്കെ, അപ്പൊ അതിനെയാണ് ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത്ര ഈസി ആയല്ലോ. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ? എന്താ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാല്, അതായത് കമ്പനി ഇഷ്യൂഡ് 10,000 ഷെയർ ആണ്. എത്ര? 10,000 ഷെയർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്തത്. പക്ഷേ ആൾക്കാർ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് അപ്ലൈഡ് 12,000 ഷെയർ ആയിട്ട് മാറി. അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് 10,000 ഷെയർ ആയിരുന്നു, പക്ഷേ ആൾക്കാർ അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് 12,000. അവിടെ 2,000 ഷെയർസിന്റെ എക്സസ് ഉണ്ടായി. എന്താണ്? എക്സസ് സംഭവിച്ചു. അപ്പം അതിനെയാണ് നമ്മൾ അവിടെ ഓവറായി അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ടേം ആണ്, വാട്ട് ഈസ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അപ്പം ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ exceeds the number of shares that the company intends to allot. Exceeds the number of shares a company intends to allot. അതായത് ആ കമ്പനി ഇഷ്യൂ ചെയ്തതിനെ കാട്ടിലും എന്താണ് അവർക്ക് ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് റിസീവ് ചെയ്തു. എക്സസ് ആപ്ലിക്കേഷൻ ആണ് അവർക്ക് റിസീവ് ചെയ്തത്. അതാണ്ട് ഇഷ്യൂഡ് 10,000 ഷെയർ ആണ്, പക്ഷെ ആപ്ലിക്കേഷൻ വന്നത് 12,000 ഷെയർ ആയി. അവിടെ ഒരു എക്സസ് സംഭവിച്ചു. അത് തന്നെയല്ലേ ഇവിടെ പറയുന്ന ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എക്സീസ് ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ദ കമ്പനി ഇന്റൻസ് ടു അലോട്ട്. അവിടെ ഇന്റൻസ് ടു അലോട്ട് എത്രയാണ്? 10,000 ആയിരുന്നു, പക്ഷേ ഇറ്റ് എക്സീഡഡ് ടു 12,000 ഷെയർസ്. 2,000 എക്സസ് ഉണ്ടായി.
ഓക്കെ അല്ലേ? അത് സിമ്പിൾ ആണ്. ഇനി ഞാൻ പിന്നെ അത് പറഞ്ഞ് വഷളാക്കുന്നില്ല. ഇതിനെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയായിരിക്കും കമ്പനി ഡീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്ക് പറയാം ആപ്ലിക്കേഷൻ ഇവിടെ സംഭവിച്ച അപ്ലൈഡ് എത്രയാണ്? ഇഷ്യൂഡ് എത്രയാണ്? ഇഷ്യൂഡ് എന്ന് പറയുന്നത് ഇഷ്യൂഡ് 10,000 ആയിരുന്നു. അലോട്ട്, അതായത് കമ്പനി അപ്പൊ അലോട്ടഡ് ചെയ്യുന്നത് 10,000 തന്നെ ആയിരിക്കും. ഇതിനെയല്ലേ ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? ഇതിനെയാണ് ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി 2,000 എന്ത് ചെയ്യും? ബാക്കി 2,000 ഇവരെന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. റിജക്ട് എന്ന് വെച്ചാൽ എന്താണ്? റീഫണ്ട് ചെയ്തു കൊടുക്കും. അത് ഒരു കേസ്. അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഇൻ സച്ച് കേസസ് ഇറ്റ് ബിക്കംസ് നെസസറി ടു റിഫ്യൂസ് ദ അലോട്ട്മെന്റ് ടു സം ആപ്ലിക്കൻസ്. ഓക്കെ, ഇവിടെ ഞാനിപ്പം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് 2,000 ഷെയർ, അതായത് ആ എക്സസ് എത്രയാണോ ഉള്ളത് അതെല്ലാവരും റിജക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, പല രീതിയിലും ആ കമ്പനിക്ക് ഈ ഒരു ഓവർ സബ്സ്ക്രിപ്ഷനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓവർ സബ്സ്ക്രിപ്ഷൻ ഡീൽ ചെയ്യുന്ന ഒരു 3 കേസസ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫോർ ദിസ് പേർപ്പസ് എ കമ്പനി ക്യാൻ ഫോളോ എനി ഓഫ് ദി ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ്. അതിൽ ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് ആണ് ഞാൻ ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ്. അതായത് ഇഷ്യൂഡ് കമ്പനി അക്സെപ്റ്റിംഗ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. എത്രയാ അവർ റിക്വയർഡ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്? ഇഷ്യൂ ചെയ്തത് എത്രയാണ്? ഇഷ്യൂഡ് 10,000 ആയിരുന്നു. 10,000 അല്ലേ അവരുടെ റിക്വയർഡ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. അലോട്ട് ചെയ്തതും അലോട്ടഡും 10,000 തന്നെയായിരുന്നു. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ബാക്കി എന്ത് ചെയ്തു? ടോട്ടലി റിജക്ടിങ് ദ റിമൈനിങ് ആപ്ലിക്കൻസ്. ബാക്കി 2,000 ഷെയർസും അവരെന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. വിച്ച് മീൻസ് ദേ റീഫണ്ടഡ് ദാറ്റ് മണി ടു ദ ആപ്ലിക്കൻസിന് അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? റീഫണ്ട് ചെയ്തു കൊടുത്തു. അപ്പൊ ഇത് ഒരു കേസ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിലാണ് നമുക്ക് പ്രോ റേറ്റ അലോട്ട്മെന്റ് വരുന്നത്. അതായത് ഇവിടെ നോക്കിക്കേ, പ്രോ റേറ്റ അലോട്ട്മെന്റ്. ഓക്കെ, അപ്പൊ അതെന്താന്ന് നോക്കാം. അവിടെയാണ് നമുക്ക് ഇപ്പം അപ്ലൈഡ് 12,000 ഷെയർ ആയിരുന്നു നമുക്ക് ആക്ച്വലി കിട്ടിയത് അല്ലേ? നമ്മൾ ഇഷ്യൂഡ് 10,000 ഷെയർ ആണ് എന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് 12,000 ഷെയർസ് ആൾക്കാർ അപ്ലൈ ചെയ്തു. അപ്പം എങ്ങനെയാണ് ഇവർ അലോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ 12,000 ഷെയറും എന്ത് ചെയ്യും? 12,000 ഷെയർ അപ്ലൈ ചെയ്തവർക്കും എന്തായിരിക്കും? 10,000 ഷെയർ ആയിരിക്കും അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രോ റേറ്റ അലോട്ട്മെന്റ്, അതായത് പ്രപ്പോർഷനേറ്റ് അലോട്ട്മെന്റ് എന്ന് നമുക്ക് പറയാം. അതായത് 12 ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് 10 ഷെയർസ് വെച്ച് അവർക്കായിരിക്കും കിട്ടുന്നത്. ഇനിയും കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പറയുവാണ് എന്നുണ്ടെങ്കിൽ 6 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 5 ഷെയർ വെച്ച് കിട്ടും. ഇതിനെയാണ് പ്രപ്പോർഷനേറ്റ് അലോട്ട്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് പ്രോ റേറ്റ അലോട്ട്മെന്റ് വരുന്നത്. മനസ്സിലായോ? ഇത് രണ്ടാമത്തെ കേസ്. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ചേർത്ത് ഒരു മൂന്നാമത്തെ കേസ് ഉണ്ട്. ആ മൂന്നാമത്തെ കേസ് എങ്ങനെയാ എന്ന് ചോദിച്ചാൽ, അപ്ലൈഡ് എത്രയാണ്? അപ്ലൈഡ് ഇപ്പം 5,000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് അലോട്ടഡ് 5,000 ഷെയർ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇഷ്യൂ മൊത്തത്തിൽ ആപ്ലിക്കേഷൻ വന്നത് 12,000 ആണ്. ആപ്ലിക്കേഷൻ വന്നത് ഇഷ്യൂഡ് 10,000 ആയിരുന്നു. ഈ കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, ഈ രണ്ട് കാര്യം ഓർത്തു വെക്കുക. ഇവിടെ 5,000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് അലോട്ടഡ് 5,000 തന്നെ കിട്ടി. ഓക്കെ, ഇനി ബാക്കി 6,000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക്, ബാക്കി ഇനി എത്രയാണ്? 6,000 ഷെയർ അപ്ലൈ ചെയ്തവർക്കും 5,000 ഷെയർ തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ഫുൾ സബ്സ്ക്രിപ്ഷൻ ആണ് സംഭവിച്ചത്. ഓക്കെ, ഇവിടെ എത്രയാണ്? ഫുൾ സബ്സ്ക്രിപ്ഷൻ ആണ് സംഭവിച്ചത്. ആൻഡ് ഇവിടെയാണ് പ്രോ റേറ്റ അലോട്ട്മെന്റ് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രോ റേറ്റ അലോട്ട്മെന്റ്. ഇനി ബാക്കി ഇനി എത്രയുണ്ട്? ടോട്ടൽ അപ്ലൈ വന്നത് 12,000 ഷെയർസിനായിരുന്നല്ലോ. അവിടെ 5,000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 5,000 കൊടുത്തു. 6,000 ഷെയർ അപ്ലൈ ചെയ്തവർക്കും 5,000 പ്രോ റേറ്റ അലോട്ട്മെന്റ് ബേസിസിൽ 5,000 കൊടുത്തു. ഇനി ബാക്കി എത്രയാണ്? 1,000 ആണ് അല്ലേ? ഈ 1,000 ഷെയർ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും, അതായത് റീഫണ്ട് ചെയ്യും.
മനസ്സിലായോ? അതാണ് മൂന്നാമത്തെ കേസിൽ പറയുന്ന ടോട്ടലി റിജക്ടിങ് സം ആപ്ലിക്കൻസ് ആൻഡ് പ്രോ റേറ്റ അലോട്ട്മെന്റ് ടു ദ റിമൈനിങ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. ഈ 3 രീതിയിലാണ് നമുക്ക് നമ്മുടെ ഓവർ സബ്സ്ക്രിപ്ഷനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നാൽ മാത്രമേ നമുക്ക് പ്രോ റേറ്റ അലോട്ട്മെന്റ് കേസേ അവിടെ വരുന്നുള്ളൂ. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോ റേറ്റ അലോട്ട്മെന്റ് ബേസിസിലുള്ള ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ ഇപ്പം പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്കൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. നോക്കിക്കേ, പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്ലൈഡ് അതായത് 5000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 5000 അലോട്ടഡ് ആയി കിട്ടി. 6000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 5000 തന്നെ അലോട്ട് ചെയ്ത് കിട്ടി. ആൻഡ് 1000 ബാക്കി 1000 ചെയ്തവർക്ക് എത്ര റിജക്റ്റ് ആയി കിട്ടി. അതായത് ഇത് ഫുൾ സബ്സ്ക്രിപ്ഷൻ, ഇത് പ്രോ റേറ്റയിൽ അവർ ചെയ്യാം എന്ന് തീരുമാനിച്ചു. ആൻഡ് ബാക്കി വരുന്നത് അവരെന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അതിനകത്ത് ഷെയർ at rupees 100 each payable as allotment സമയത്ത് 30 രൂപ മേടിച്ചു. ആൻഡ് ആപ്ലിക്കേഷൻ സമയത്ത് 30 രൂപ മേടിച്ചു. അലോട്ട്മെന്റ് സമയത്ത് 50 രൂപ മേടിച്ചു. ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ സമയത്ത് 20 രൂപ വെച്ച് മേടിച്ചു. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? excess application money will be adjusted towards allotment only. excess application അതായത് ഇഷ്യൂഡ് 10,000 ആയിരുന്നു. ബട്ട് അപ്ലൈഡ് എത്രയാണ്? അപ്ലൈഡ് 12,000 ആണ്. ഈ പറയുന്ന എക്സസ് മണി 2,000 എന്ന് പറയുന്നതിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ, ഈ പറയുന്ന എക്സസ് ആപ്ലിക്കേഷൻ മണി 2,000 എക്സസ് ആയത് വിൽ ബി അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് അലോട്ട്മെന്റ് മണിയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്നും കൂടി പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻട്രീസ് എങ്ങനെയായിരിക്കും? ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തതിന്റെ എൻട്രി എങ്ങനെയാണ്? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ബാങ്ക് അല്ലേ? ബാങ്ക് അക്കൗണ്ട്, debtor to share ആപ്ലിക്കേഷൻ അക്കൗണ്ട്, ഇങ്ങനെയല്ലേ വരുന്നത്? ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പൊ ഇതിന്റെ എമൗണ്ട് എങ്ങനെയാ വരുന്നത്? നമുക്ക് ആക്ച്വലി റിസീവ് ചെയ്തത്, അപ്ലൈ ചെയ്തത്, ബാങ്കിൽ വന്നത് 12,000 അല്ലേ? അപ്ലൈഡ് എത്രയാണ്? 12,000 ആണ്. അപ്പൊ എത്രയായിരിക്കും നമ്മുടെ ബാങ്കിൽ വരുന്നത്? ഈ 12,000 ഷെയറിന്റെ എമൗണ്ട് ആയിരിക്കുമല്ലോ നമ്മുടെ ബാങ്കിൽ വരുന്നത്. ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ ചോദിച്ച 30 രൂപയല്ലേ? അപ്പൊ എങ്ങനെയാ? 12,000 into 30. ഓക്കെ അല്ലേ? അപ്പൊ എത്ര എമൗണ്ട് എത്ര വരുന്നത്? 3,60,000. 3,60,000. ഇത് ഓക്കെ ആയോ? നറേഷൻ എഴുതി ഇതങ്ങ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത എൻട്രി എങ്ങനെയാണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെയായിരിക്കും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, debtor to share ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയല്ലേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ബേസിക് എൻട്രി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട്, ദാറ്റ് 1000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് അവരെ റിജക്റ്റ് ചെയ്തു ഇല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു എന്ന് പറയുന്നു. റീഫണ്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മളത് തിരിച്ച് അവരുടെ അക്കൗണ്ടിലോട്ട് തന്നെ ഇട്ടുകൊടുത്തു. എവിടെ? ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എങ്ങനെയായിരിക്കും? ഇതിന്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും വരുന്നത്? 1000 ഷെയർസിന്റെ അല്ലേ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തത്? റീഫണ്ട് ചെയ്ത് കൊടുത്ത്. ആപ്ലിക്കേഷൻ സമയത്ത് ചോദിച്ചത് 30 രൂപയാണ്. അതായത് 30,000 രൂപ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയായിരിക്കും എമൗണ്ട് എഴുതുന്നത്? നമ്മൾ എത്ര ഇഷ്യൂ ചെയ്തത്? ഇഷ്യൂ ചെയ്ത 10,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റുന്നത്. 10,000 into 30 എത്ര വരുന്നേ? 10,000 into 30 3 lakh. അപ്പൊ ടോട്ടൽ എത്രയായി? 3,30,000. ഇവിടം വെച്ച് നമ്മൾ ഇതങ്ങ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതിലോട്ട് നമുക്ക് പോവാം. അടുത്തതാണ് അലോട്ട്മെന്റ് മണി നമ്മൾ ചോദിക്കുന്നു, അതായത് ഡ്യൂ ചെയ്യുന്നു നമ്മൾ പബ്ലിക്കിനോട് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. എന്ത് ചെയ്യുന്നു? അലോട്ട്മെന്റ് മണി തരാൻ സമയമായി എന്ന് നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തുന്നു.
അതായത് നമുക്ക് ഇനി കിട്ടാനുള്ളത് ഡ്യൂ ആയിട്ടുള്ളതിന്റെ എങ്ങനെയാ വരുന്നത്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്, ഡെറ്റാർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയല്ലേ നമുക്ക് ഡ്യൂ ആവുന്നതിന്റെ എൻട്രി വരുന്നത്? എങ്ങനെയായിരിക്കും ഇതിന്റെ എമൗണ്ട്? നമ്മൾ എത്ര 10,000 ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. അപ്പൊ അലോട്ട്മെന്റ് സമയത്ത് നമ്മൾ ചോദിച്ചത് 50 റുപ്പീസ് ആണ്. അപ്പൊ അതാണ് നമുക്ക് ഡ്യൂ ആയിട്ട് വരേണ്ടത്. അതായത് 10,000 into 50, 5 lakh rupees ആണ് നമുക്ക് കിട്ടാനുള്ളത്. അതായത് ഡ്യൂ ആയിട്ട് ഉള്ളത്. ഡ്യൂ ആവുന്നതിന്റെ എൻട്രി നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് എന്താ? ആപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടി എന്നും പറഞ്ഞ് കാണിക്കണം. എങ്ങനെ അത് കാണിക്കുക? കിട്ടി എവിടെ കിട്ടും? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും കിട്ടുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഇങ്ങനെയല്ലേ വരുന്നത്? ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് ഓക്കെ. പക്ഷെ നമുക്ക് ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് നോക്കിക്കേ. ആപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് 3,60,000 ആണ് കിട്ടിയത്. പക്ഷെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തപ്പം 3 lakh അല്ലെങ്കിൽ 3,30,000 മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തോളൂ. ആണോ? അപ്പൊ ഈ ബാക്കി 30,000 എവിടെ പോയി എന്ന് നമ്മൾ എങ്ങനെ കാണിക്കും? ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വിൽ ബി അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് അലോട്ട്മെന്റ് ഓൺലി. അലോട്ട്മെന്റ് സമയത്ത് നമ്മൾ ഈ എക്സസ് കിട്ടിയ ഈ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കും. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അതായത് ഇവിടെ നോക്കിക്കേ, ഇഷ്യൂ ചെയ്തത് 10,000 അല്ലേ, അപ്ലൈ ചെയ്തത് 12,000, എക്സസ് 2,000 റുപ്പീസ്, സോറി 2,000 ഷെയർസ് ഉണ്ട്. അതില് 1000 ഷെയർ നമ്മൾ എന്ത് ചെയ്ത് കളഞ്ഞു? ദാണ്ട് റിജക്ട് ചെയ്തു. ദാണ്ട് ബാങ്കിൽ നമ്മൾ റിജക്ട് ചെയ്തു എന്നും പറഞ്ഞ് കാണിച്ചല്ലോ, റീഫണ്ട് ചെയ്ത് കാണിച്ചല്ലോ. ഇനി ബാക്കി 1000 ആണ് നമ്മൾ പ്രോ റേറ്റ അലോട്ട്മെന്റിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ആപ്ലിക്കേഷൻ സമയത്ത് ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ ഓൾറെഡി 3,60,000 നമ്മൾ മേടിച്ച് നമ്മുടെ അക്കൗണ്ടിൽ ഓൾറെഡി അതുണ്ട്. ഇനി ആ ബാക്കി എക്സസ് ആയിട്ടുള്ള ഇതിനകത്ത് ആപ്ലിക്കേഷൻ സമയത്തുള്ള 3,30,000 നമ്മൾ ഓൾറെഡി ഉണ്ട്. ഇനി എക്സസ് എത്ര ആണ്? 30,000 കൂടി ഉണ്ടല്ലേ. ഈ 30,000 ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് നമ്മൾ അലോട്ട്മെന്റ് സമയത്ത് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കും. എങ്ങനെയാണ്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കും? അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കും. അതായത് എത്രയാണ്? 1,000 അല്ലായിരുന്നോ? 1,000 ആയിരുന്നു. 1,000 ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ എത്ര ചോദിച്ചേ? 30 റുപ്പീസ് അല്ലായിരുന്നോ ചോദിച്ചത്? അതെ, ഇൻറ്റു 30. അപ്പൊ എത്ര? 30,000 നമ്മൾ ആപ്ലിക്കേഷൻ സമയത്ത് ഓൾറെഡി മേടിച്ചു എന്നും പറഞ്ഞ് നമ്മൾ അലോട്ട്മെന്റ് സമയത്ത് അത് കാണിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിൽ എത്ര ആയിരിക്കും വരേണ്ടത്? നമ്മൾ 10,000 ഇൻറ്റു അലോട്ട്മെന്റ് സമയത്ത് 50 റുപ്പീസ് വെച്ചല്ലേ കാണിച്ചേ? അതെ, 50. അപ്പൊ എത്ര? 5 lakh റുപ്പീസ് എന്നാണ് നമ്മൾ അലോട്ട്മെന്റ് സമയത്ത് കാണിക്കേണ്ടത്. അപ്പൊ ബാങ്കിൽ എത്ര ആക്ച്വലി വന്ന്? ഈ പറയുന്ന 30,000ന്റെ കുറവായിരിക്കും നമ്മൾ അലോട്ട്മെന്റ് സമയത്ത് ബാങ്കിൽ റിസീവ് ആവുക. അതായത് 4,70,000 മാത്രമേ നമുക്ക് ബാങ്കിൽ റിസീവ് ആയിട്ടുള്ളൂ. ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? അതെങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പറയുന്ന 30,000 നമുക്ക് ഓൾറെഡി ആപ്ലിക്കേഷൻ സമയത്ത് കിട്ടിയതാണ്. അത് അലോട്ട്മെന്റ് സമയത്ത് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ബാങ്കിൽ വരുമ്പോഴത്തേക്ക് ആ 30,000 റുപ്പീസ് കുറവായിരിക്കും നമ്മൾ ബാങ്കിൽ റിസീവ് ചെയ്യുക. മനസ്സിലായോ? ഇനി അടുത്തത് എന്താണ്? അടുത്തതാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അല്ലെ. അപ്പം ഡ്യൂ ആവുന്നതിന്റെ എങ്ങനെയാ? ഷെയർ first and final call account debtor to share capital account. എങ്ങനെയാ അതിന്റെ എൻട്രി വരുന്നേ? 10,000 അല്ലേ നമുക്ക് വേണ്ടുന്നത്, ഇഷ്യൂ ചെയ്തത്, ഇൻറ്റു
ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ സമയത്ത് 20 രൂപയാണ് നമ്മൾ ചോദിച്ചത്. ഇൻറ്റു 20 എന്ന് പറയുമ്പം 2 lakh rupees ആണ് നമുക്ക് ഡ്യൂ ആയിട്ടുള്ളത്. ഇനി എന്ത് വേണം? അത് റിസീവ്ഡ് എന്നും പറഞ്ഞ് കാണിക്കണം. ബാങ്ക് അക്കൗണ്ടിലല്ലേ റിസീവ് ചെയ്യുന്നത്? ബാങ്ക് അക്കൗണ്ട് debtor to share first and final call account. അതിൽ നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി എല്ലാം നമുക്ക് കിട്ടി. ഇത്രയേ ഉള്ളു നമ്മുടെ പ്രോ റേറ്റ അലോട്ട്മെന്റിന്റെ കാര്യം. അപ്പൊ എന്താണ് പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്ന കാര്യം കുറച്ചും കൂടി തിയറി വൈസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ ഇവിടെ പോയിന്റ് വൈസ് ഓരോ സെന്റൻസും തന്നിട്ടുണ്ട്. നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കാം. നോക്കിക്കേ, ഇൻ കേസ് ദ ഷെയർ ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ, ടീച്ചർ പറഞ്ഞില്ലേ പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇൻ കേസ് ദ ഷെയർസ് ആർ ഓവർ സബ്സ്ക്രൈബ്ഡ്, നോ ആപ്ലിക്കേഷൻസ് ആർ ഫുള്ളി അക്സെപ്റ്റഡ്. എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യും എന്ന് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈച്ച് ആപ്ലിക്കൻ ഗെറ്റ്സ് അലോട്ടഡ് ഫോർ സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ്. എത്രയാണോ അവർ അപ്ലൈ ചെയ്തേക്കുന്നത്, ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ 12,000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 10,000 ഷെയർസ് മാത്രമേ കിട്ടൂ. അതായത് 12 ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് എത്ര? 10 ഷെയർസ് ആയിരിക്കും കിട്ടുന്നത്. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ 6 ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് 5 ഷെയർസ് വെച്ചായിരിക്കും കിട്ടുക. ഇതിനെയാണ് പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് അലോട്ട്മെന്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് തന്നെയല്ലേ ഇവിടെ പറയുന്ന ഈച്ച് ആപ്ലിക്കൻ ഗെറ്റ്സ് അലോട്ടഡ് ഫോർ സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ബിയേഴ്സ് ടു ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ദ കമ്പനി ഇന്റൻസ് ടു അലോട്ട്. എത്രയാണോ അവർ ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റന്റ് ചെയ്തത്, അലോട്ട് ചെയ്യണം എന്നും പറഞ്ഞ് ഇന്റന്റ് ചെയ്തത്, അത് വെച്ചിട്ടായിരിക്കും, അതിൽ എങ്ങനെയാണോ അവർ അപ്ലൈ ചെയ്തത് അത് വെച്ചിട്ടായിരിക്കും അവർക്ക് അപ്ലൈ ചെയ്ത് കിട്ടുന്നത്. This method is called proportionate അല്ലെങ്കിൽ pro rata allotment എന്ന് പറയുന്നത്. On making pro rata allotment, the excess application money received will as far as possible will be adjusted to ഒന്നെങ്കിൽ allotment മണിയിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ മണിയിലോ ആയിരിക്കും അവര് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതായത് എവിടെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ മണി ഈ എക്സസ് മണി നമ്മൾ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അലോട്ട്മെന്റ് സമയത്താണോ, കോൾ മണി റിസീവ് ആകുമ്പോഴാണോ, എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മോസ്റ്റ് പ്രോബബ്ലി അലോട്ട്മെന്റ് സമയത്തായിരിക്കും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുക. സോ അലോട്ട്മെന്റ് മണി ഓർ കോൾ മണി റിസീവബിൾ ആസ് ദ കേസ് മേ ബി. ഓക്കെ അല്ലേ? ഇപ്പം ആ ഒരു പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതിന്റെ ബേസിസിൽ തന്നെ ആയിരിക്കും നമ്മൾ എല്ലാ പ്രോബ്ലംസും, അതായത് പ്രോ റേറ്റ അലോട്ട്മെന്റ് ബേസിസിലുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യുക. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.